മലപ്പുറം ജില്ലയിലെ ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ആവുന്നു. കൂടെ ഏറ്റവും പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററും ഓപ്പൺ ആവാൻ പോവാണ് കേട്ടോ. യെസ് ഗൈസ്, ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ മലപ്പുറം ജില്ലയിലെ മാളുകളുടെ എണ്ണവും അതുപോലെ തന്നെ തിയേറ്റർ സ്ക്രീനുകളുടെ എണ്ണവും കൂടാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ സെക്യൂറ സെൻട്രൽ മാളിനെ പറ്റി പറഞ്ഞത്. ആ ഒരു പ്രൊജക്ടിന്റെ സക്സസിന് ശേഷം കണ്ണൂർ ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിലേക്ക് സെക്യൂറ സെൻട്രൽ മാളിന്റെ രണ്ടാമത്തെ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോ എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഏറ്റവും പുതിയ സെക്യൂറ സെൻട്രൽ മാൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ ഷോപ്പിംഗ് മാളിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറയുവാണെങ്കിൽ മനഴി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മാൾ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് മാളിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ മാളിന്റെ വലിപ്പത്തെ കുറിച്ചൊന്ന് പറയാം. നമ്മുടെ കണ്ണൂരിലെ ഏറ്റവും വലിയ മാളായിട്ടുള്ള സെക്യൂർ സെൻട്രൽ മാളിന്റെ വലിപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് 2,15,000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആ ഒരു മാളിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും വലിയൊരു മാളാണോ അതോ അതിനേക്കാളും ചെറുതാണോ എന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ പറയാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ സെക്യൂർ സെൻട്രൽ മാളിന്റെ വലിപ്പം ചോദിക്കുകയാണെങ്കിൽ എത്ര അറിയോ? 3,25,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു മാളിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം വലിയൊരു ഷോപ്പിംഗ് മാൾ ആണെന്ന്. അപ്പൊ ഈ 3,25,000 സ്ക്വയർ ഫീറ്റിനകത്ത് 48,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പെരിന്തൽമണ്ണയിലെ മാൾ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 48,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ, അതായത് കണ്ണൂരുള്ളതിന്റെ ഏതാണ്ട് ഇരട്ടി വലിപ്പം ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. അപ്പം എന്തായാലും പെരിന്തൽമണ്ണക്കാർക്ക് ഒരു വലിയ ഒരു ആഘോഷം തന്നെ ആയിരിക്കും. കാര്യം ഇനിയിപ്പോൾ ഗ്രോസറി വേണമെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറി, പാല്, മുട്ട, എക്സെട്ര മീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു മോളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. പിന്നെ അത് മാത്രമല്ല 230 ആൾക്കാർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പാകത്തിലുള്ള ഒരു ഫുഡ് കോർട്ടും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി പാർക്കിങ്ങിന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ 400 വാഹനങ്ങൾക്ക് മുകളിൽ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പാകത്തിലുള്ള പാർക്കിംഗ് ആണ് നമ്മുടെ പെരിന്തൽമണ്ണ സെക്യൂറ സെൻട്രൽ മാളിൽ അവര് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനേ ഇപ്പൊ ഇതുവരെ മാളിന്റെ ഒരു ബേസ് സ്ട്രക്ചർ മാത്രമാണ് പറഞ്ഞത്. ഇനി ഒരുപാട് മൾട്ടിനാഷണൽ പ്ലാന്റുകൾ അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്ലാന്റുകളൊക്കെ വരുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പൊ എന്തായാലും ഒരുപാട് ഔട്ട്ലെറ്റുകൾ നമുക്ക് ഈ ഒരു മാളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കണ്ണൂർ സെക്യൂറ സെൻട്രൽ മാളിൽ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ അതിനേക്കാളും വലിയ മാളാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് ഔട്ട്ലെറ്റുകൾ എന്തായാലും ഈ ഒരു മാളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, എന്റർടൈൻമെന്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത് തിയേറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ തിയേറ്റർ ഉണ്ടോ? യെസ്, ഇവിടെ തിയേറ്റർ ഉണ്ട്. 5 സ്ക്രീനോട് കൂടി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ ഈ ഒരു മാളിൽ തുറക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂർ സെക്യൂർ സെൻട്രൽ മാളിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ സിനിപോളിസ് ആണ് ഇപ്പം ഓപ്പൺ ആവാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇന്റീരിയർ വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുവരെയായിട്ടും ഏത് ബ്രാൻഡാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അവിടുത്തെ സിനിപോളിസ് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെയും സിനിപോളിസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പ്രമുഖ മൾട്ടിപ്ലക്സ് ചെയിൻ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും 5 സ്ക്രീനോട് കൂടി മൾട്ടിപ്ലക്സ് തിയേറ്റർ തന്നെ നമുക്ക് പെരിന്തൽമണ്ണയിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി എന്താണ് ഇപ്പോഴത്തെ ആ ഒരു മാളിന്റെ അവസ്ഥ എന്ന് ചോദിക്കുവാണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ വരെയാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്കൻഡ് ഫ്ലോർ വരെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള വർക്കുകൾ ദ്രുതഗതിയിൽ തന്നെ നടക്കും. അപ്പൊ ഇനി എന്നാണ് ഈ ഒരു മാൾ ഓപ്പൺ ചെയ്യുന്നത്? ഇനി വല്ല 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനല്ല. ശരിക്കും പറഞ്ഞാൽ അതേ അടുത്ത വർഷം, അതായത് 2025 ജൂലൈയോട് കൂടിയിട്ടാണ് ഈ ഒരു മാളിന്റെ ഇനാഗുറേഷൻ ഈ ഒരു ടീം പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വർഷം തന്നെ ഏറ്റവും പുതിയ മാൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വലിപ്പം വെച്ചിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മാൾ ഇതാണോ എന്നൊന്ന് കൺഫേം ചെയ്യണേ. അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഇതാണോ എന്ന് കൺഫേം ചെയ്ത് പറയണം കേട്ടോ. ഇതിനും ഈ 3,25,000 സ്ക്വയർ ഫീറ്റിനേക്കാളും വലിയ മാളുകൾ വേറെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. അപ്പോൾ എന്തായാലും അടുത്ത വർഷം ജൂലൈയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ന്യൂ സെക്യൂറ സെൻട്രൽ മാൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗെറ്റ് റെഡി മലപ്പുറം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മാള് തുറക്കാനായിട്ട് പോവാണ്. അതിനോടൊപ്പം തന്നെ 5 സ്ക്രീൻ, മലപ്പുറത്തെ നിലവിലുള്ള തിയേറ്റർ സ്ക്രീനുകളിൽ നിന്നും 5 സ്ക്രീനോടെ കൂടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗെറ്റ് റെഡി. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറിക്കോ, നമുക്ക് അവിടെ ഇരുന്ന് ചാറ്റാൻ കേട്ടോ. നമുക്ക് നേരിട്ട് 1-to-1 സംസാരിക്കാം. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.